പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾപൂളിൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഡെമോയും അതിൻ്റെ സ്പെസിഫിക്കേഷനുമാണ്. ഓക്കെ, അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ വേൾപൂളിൻ്റെ തന്നെ എയ്സ് സൂപ്പർ സോക്ക് എന്ന 7 kg വാഷിംഗ് മെഷീനാണ് ഇന്നത്തെ ഡെമോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വാഷിംഗ് മെഷീൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് തന്നെ 4 ഓപ്ഷൻസാണ് വരുന്നത്. ഓക്കെ, അതിനോട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ ആദ്യം ഒരു ബേസ് ഫങ്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വാഷ് ചെയ്യേണ്ട ബിൻ വരുന്നത്. ഓക്കെ, അതിനകത്തായിട്ട് തന്നെ ഒരു ഇൻലെറ്റ് പൈപ്പ് വരുന്നുണ്ട്. ഈ ഇൻലെറ്റ് പൈപ്പ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ മറുഭാഗം നിങ്ങളുടെ പൈപ്പിലും കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഭാഗം പൈപ്പിലും ഒന്ന് കണക്ട് ചെയ്യുക. അതിന് ശേഷം തന്നെ നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്, സ്പിന്നും വാഷും എന്നുള്ളൊരു ഓപ്ഷൻസ്. ഓക്കെ, ഇതിനകത്തായിട്ട് തന്നെ സ്പിൻ ചെയ്തിട്ടുണ്ട്. ഇത് വാഷ്. ഇപ്പം വാഷ് ചെയ്യാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വാഷ് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ഇടുക. വാഷിങ്ങിന് ശേഷം ഇപ്പം സ്പിന്നിങ് സൈക്കിളിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിന്നിങ് ഓപ്ഷനിൽ ഇട്ട് തന്നെ അതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പം പൈപ്പിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഡ്രസ്സ് കഴുകിയ തുണികൾ തന്നെ നേരെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് ഇടുന്നത്. അത് നമുക്കിപ്പം അതിലെ ഫുള്ളും ഡ്രസ്സും അതിലെടുക്കത്തില്ല. ഏകദേശം ഒരു പകുതി വീതം വേണം നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഈ 2 മോട്ടറിലാണ് നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അതായത് സ്പിൻ മോട്ടറിലും വാഷ് മോട്ടറിലും. ഇതിന് ബാക്ക് സൈഡായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഡ്രെയിൻ ആവുന്ന വെള്ളമൊക്കെ ഇത് വഴിയാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മുടെ ഫങ്ഷനിലോട്ട് പോകാം. അതിൽ ഫസ്റ്റായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഫാബ്രിക് ടൈപ്പ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നോർമൽ, ഹെവി, ഡെലിക്കേറ്റ്സ് അങ്ങനെ വരുന്നുണ്ട്. അത് ഡെലിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ കട്ടി കുറഞ്ഞ തുണികളൊക്കെയാണ് ഡെലിക്കേറ്റ്സ് ഇട്ട് യൂസ് ചെയ്യേണ്ടത്. നോർമൽ വരുമ്പോൾ നമുക്ക് മിക്സഡ് ആയിട്ടുള്ള തുണികളും, ഹെവിയിൽ വരുമ്പോൾ നമുക്ക് കട്ടി കൂടിയ തുണികൾ, അതായത് ബെഡ്ഷീറ്റ്, ജീൻസ് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹെവിയിലിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ടൈമർ എന്നുള്ളൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പം മാക്സിമം ഈ ഒരു മോഡലിൽ 40 മിനിറ്റ് വരെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 5, 10, 15 ടോട്ടൽ 40 മിനിറ്റ് വരെ വരുന്നുണ്ട്. അത് ഈ 15 മിനിറ്റ് തൊട്ടായിരിക്കും നിങ്ങൾക്ക് വാഷിംഗ് വരുന്നത്. അതുവരെ നിങ്ങൾക്ക് സോക്ക് ചെയ്തായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു കുതിർത്ത് ഇട്ടിരിക്കും ഡ്രസ്സൊക്കെ. പിന്നെ നിങ്ങൾക്ക് 5 മിനിറ്റ്, അതായത് 4 മിനിറ്റ് 5 മിനിറ്റിനിടയ്ക്കായിട്ടാണ് എക്കോ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു മോഡലിൽ. അത് നമുക്ക് കറണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടൈമിലിട്ട് തന്നെ കറണ്ട് ഇപ്പം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് തുണികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 40 മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ ഓഫ് ആവുന്നതാണ്. ഓക്കെ, അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഡ്രെയിൻ സെലക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ വാഷ് എന്നുള്ളതിൽ തന്നെ ഇടുക. പിന്നെ അതിനുശേഷം നിങ്ങൾക്കിപ്പം വെള്ളം പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ എന്നുള്ള ഓപ്ഷനിൽ ഇടേണ്ടത്. ഇപ്പം വാഷ് ചെയ്ത വെള്ളം അതിൽ കിടപ്പുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കളയാൻ വേണ്ടിയിട്ട് ഡ്രെയിൻ എന്നുള്ള ഓപ്ഷനിൽ ഇടുക. ഓക്കെ, ലാസ്റ്റായിട്ട് വരുന്നതാണ് ഡ്രൈ ടൈമർ. അതായത് നിങ്ങൾക്ക് ഇപ്പം തുണികൾ ഇപ്പുറത്തോട്ട് ഇടുന്ന, സ്പിന്നിലോട്ട് ഇടുന്ന തുണികൾ, അത് എത്ര ടൈം നിങ്ങൾക്ക് വേണം, അതായത് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എത്ര ടൈം വേണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാം. മാക്സിമം 5 മിനിറ്റാണ് അതിൽ വരുന്നത്. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തുണി പരമാവധി ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് 2 മിനിറ്റ് എക്കോ ടൈം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് കുറച്ച് തുണികൾക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് 2 മിനിറ്റ് സെലക്ട് ചെയ്തിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ വാറൻറ്റി വരുന്നത് 5 ഇയർ മോട്ടർ വാറൻറ്റിയാണ് വരുന്നത്. 2 വർഷം ഫുൾ വാറൻറ്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം തുടർന്നും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.